പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ കോടാനുകോടികളുടെ കണക്കൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ചില സിനിമകൾ 100 കോടി ക്ലബ്ബ് കയറി, 500 കോടി ക്ലബ്ബ് കയറി എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിക്കാറുണ്ട്, ഇതിങ്ങനെ വാർത്തകൾ കേൾക്കുമ്പോൾ ഒരു കൗതുകകരമാണ്, പക്ഷേ ഈ 100 കോടി അവർക്ക് ലഭിക്കുന്നതല്ലേ, അതുകൊണ്ട് നമുക്കെന്താ പ്രയോജനം എന്ന് സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ ചിന്ത വരുമല്ലോ. 100, 500, 1000 കോടി ക്ലബ്ബിലൊക്കെ കയറി ഒരുപാട് സിനിമകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു ചിന്തയാണ് എനിക്കും തോന്നുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കാരണം ഇന്ന്, അതായത് 15 ദിവസം കൊണ്ട് 100 കോടി രൂപയാണ് നടവരവായി ശബരിമലയിൽ സന്നിധാനത്ത് ലഭിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൽ സാധാരണ ഭക്തർ നൽകുന്ന ആത്മസമർപ്പണത്തിൻ്റെ നാണയത്തുട്ടുകൾ ചേർന്നാണ് ഇത്ര വലിയൊരു കൂമ്പാരമായി മാറുന്നത്. പക്ഷേ ഭക്തർക്ക് ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? ഏതെങ്കിലും രീതിയിൽ ഭക്തരുടെ പ്രയാസങ്ങൾ അകറ്റാൻ വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡോ സംസ്ഥാന സർക്കാരോ ദേവസ്വം വകുപ്പോ തയ്യാറാകുന്നുണ്ടോ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അന്നദാനത്തിൽ സദ്യ കൊടുക്കും എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള ഒരു കുട്ടിഘോഷവും പ്രഖ്യാപനവും ഒക്കെ ആയിരുന്നു പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നടത്തിയത്, ജയകുമാർ. പക്ഷെ സംഭവിച്ചത് എന്താണ്? ഇത് കൂടെയുള്ള 2 മെമ്പർമാർ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഈഗോ ക്ലാഷായി. ഫലത്തിൽ എന്താണ് സംഭവിച്ചത്? ഭക്തർക്ക് നിങ്ങളെ സന്ധ്യൊന്നും വേണ്ട, അവിടെ വരുന്നത് ഭഗവാനെ കാണാനാണ്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. നെയ്യണിഞ്ഞ രൂപം കണ്ടാൽ അത് മാത്രം മതി ഭക്തരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതല്ല, പറഞ്ഞിട്ട് ഇങ്ങനെ പറ്റിക്കാൻ പാടില്ലല്ലോ. ഇപ്പോൾ സംഭവിക്കുന്നത് ഇതൊന്നും നടക്കാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത ബോർഡ് യോഗം കൂടിയിട്ട് നമുക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം എന്നാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് അരുണിനോട് ചോദിക്കാം. അരുൺ തയ്യാറാണ് സന്നിധാനത്ത് നിന്ന്. അരുൺ, സ്വാഗതം പുത്തൻപുലരിയിലേക്ക്. ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നിന്ന് ഞങ്ങൾക്ക് വിശേഷങ്ങൾ കൃത്യമായി തന്നെ പങ്കുവയ്ക്കാൻ അരുൺ തയ്യാറാണ്. അരുണെ, ഞാനിങ്ങനെ ചോദിക്കുകയായിരുന്നു, 100 കോടി രൂപ നടവരവായി ലഭിക്കുന്നു. ഭക്തരുടെ ആത്മസമർപ്പണമാണ് ഇതൊക്കെ. ഓരോ നാണയത്തുട്ടും ചേർന്നാണ് വലിയ കൂമ്പാരമാകുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തെങ്കിലും പ്രയോജനം ഏതെങ്കിലും രീതിയിൽ ഭക്തർക്ക് അവിടെ ഏർപ്പെടുത്താൻ ഈ സർക്കാരോ ദേവസ്വം ബോർഡോ തയ്യാറാവുന്നുണ്ട്? തീർച്ചയായും ശ്യാമ, അതുകൊണ്ട് തന്നെയാണ് ഈ അടിക്കടി ശബരിമലയിലേക്ക് എത്തുന്ന വരുമാനത്തിൻ്റെ നടവരവിൻ്റെ കണക്കുകൾ നമ്മൾ കൃത്യമായി തന്നെ പുറത്ത് വിടുന്നത്. അതിലേറ്റവും നമ്മൾ തുടക്കത്തിലൊക്കെ തന്നെ കണ്ട ഒരു കാഴ്ച, അതിലേറ്റവും പ്രധാനമായി അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ശബരിമല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ ഫണ്ടില്ല എന്നുള്ള ഒറ്റ കാരണമാണ് അവർ പറഞ്ഞിരുന്നത്. നമ്മളറിയാം, ആ ലൈവത്തോടിൽ ഓരോ ഇടത്താവളങ്ങളിലെയും പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അതൊക്കെ തന്നെ നമ്മൾ കൃത്യമായി തന്നെ എടുത്തു പറഞ്ഞതാണ്. ആ സമയത്തൊക്കെ തന്നെ അവരിൽ പലരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ ശബരിമലയിലെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ ഫണ്ടില്ല, അല്ലെ ഫണ്ട് ഉണ്ടെങ്കിലും വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ, ആ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി പറഞ്ഞുകൊണ്ടുള്ള ഒരു നടപടിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 15 ദിവസത്തെ കണക്ക് ഇപ്പോൾ പുറത്തുവിടുന്നത്. 100 കോടിക്ക് മുകളിലേക്ക് ഈ ഒരു നടവരവ് എത്തിയിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പകുതിയോളം വരുമാനം ലഭിച്ചത് അരവണ വിറ്റുകൊണ്ടുള്ള ഒരു വരുമാനമാണ്. അതോടൊപ്പം തന്നെ 26 കോടി രൂപയാണ് ഈ നിലവിൽ ഈ കാണിക്ക ഇനത്തിൽ ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ 15 ദിവസം കൊണ്ട് ഈ 100 കോടി രൂപയിലേക്ക് വരുമാനം എത്തുമ്പോൾ ഈ ഭക്തജന തിരക്ക് തുടരുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ തിരക്ക് തുടരാനുള്ള ഒരു സാധ്യതയാണ്. എന്തായാലും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പൈസയുടെ ഒരു പ്രശ്നമല്ല, സാമ്പത്തികത്തിൻ്റെ ഒരു പ്രശ്നമല്ല. എന്തായാലും ശബരിമലയ്ക്ക് പ്രവർത്തിക്കാനുള്ള, അല്ലെങ്കിൽ ശബരിമലയ്ക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പണം, അവിടെ അടിസ്ഥാന സൗകര്യം ഒരുക്കാനുള്ള പണം ഒക്കെ തന്നെ ഇവിടേക്ക് വരുന്നു. അല്ലാതെ കേവലം അയ്യപ്പ സംഗമം നടത്തിക്കൊണ്ട് അതിൽ നിന്ന് പണം കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമില്ല. അതോടൊപ്പം തന്നെ ഒരുപാട് ഭക്തരിങ്ങനെ ഭഗവാന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നു. അവരെ ഈ സ്പോൺസർമാരെ വിട്ട് കണ്ടെത്താതെ അത് കൃത്യമായി തന്നെ നടപ്പാക്കിയാൽ ഒരുപാട് വികസനങ്ങൾ, പ്രത്യേകിച്ച് മാസ്റ്റർ പ്ലാനിൻ്റെ ഒക്കെ കാര്യം നമുക്കറിയാം, വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ദീർഘവീക്ഷണത്തോടെ ആരംഭിക്കുന്ന ആ പദ്ധതികളൊക്കെ തന്നെയാണ്. പക്ഷേ അതൊക്കെ തന്നെ പണമില്ല എന്നുള്ള ഒരു പേര് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അത് ശ്യാമ, ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, എല്ലാ തീർത്ഥാടന കാലത്തും ശബരിമലയിൽ എത്തുക റെക്കോർഡ് വരുമാനമാണ്. ഇക്കുറിയും ആ ഒരു റെക്കോർഡ് വരുമാനം ആകാനുള്ള ഒരു സാധ്യതയാണ്. കഴിഞ്ഞ വർഷം 20 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ 100 കോടി രൂപ നടവരവിലേക്ക് എത്തിയത്. പക്ഷേ ഇപ്പോൾ 15 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു വരുമാനം 100 കോടിയിലേക്ക് എത്തുകയാണ്. അതോടൊപ്പം തന്നെ അരവണ വിൽപ്പനയിൽ അത് കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പം വിൽപ്പന അത് മുന്നോട്ട് പോകുന്നു. കാണിക്കയിലും വലിയ രീതിയിലുള്ള ഒരു വർധനയുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആ ഒരു വലിയ വ്യത്യാസം നമുക്ക് കാണുകയും ചെയ്യാം. ഭക്തരുടെ ഒരു വലിയ ഒഴുക്ക് ഉണ്ടായിരുന്നു ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ.
ഇപ്പോഴും ആ തിരക്ക് തുടരുക തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും കഴിഞ്ഞ തവണ 32 കോടി രൂപയായിരുന്നു അരവണ വിറ്റതിലൂടെ ലഭിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ കാണിക്ക ഇക്കുറി 26 കോടി രൂപയാണ് ലഭിച്ചതെങ്കിൽ കഴിഞ്ഞ തവണ അത് 22 കോടി രൂപയായിരുന്നു. 3 കോടി രൂപയാണ് ഈ അപ്പം വിൽപ്പനയിലൂടെ ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തർ അവർക്ക് ഒരു അടിസ്ഥാന സൗകര്യം അത് തന്നെയാണ് ഇപ്പോഴും വലിയ പ്രതിസന്ധിയായി അതുകൊണ്ട് ഒന്ന് ചോദിച്ചോട്ടെ അരുണെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉൾപ്പെടെ വലിയ രീതിയിൽ തന്നെ ഇടപെട്ട ഒരു വിഷയമായിരുന്നു ഈ അടിസ്ഥാന സൗകര്യത്തിൽ അപര്യാപ്തത, ഗുരുതരമായ കെടുകാര്യസ്ഥതകൾ. അവിടെ ശുചീകരണ മുറികൾ പോലും ഒന്നും മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും പറ്റാത്ത അത്ര കെടുകാര്യസ്ഥതയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും വരുത്തിയത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. ഇപ്പോഴത്തെ സാഹചര്യം ഏതാണ്ട് അത് ആ വിമർശനം കഴിഞ്ഞ് ഏതാണ്ട് ഒരാഴ്ച പിന്നിടുകയാണ്. ഇപ്പോഴത്തെ സന്നിധാനത്തെയും പമ്പയിലെയും നിലയ്ക്കലിലെയും ഒക്കെ സാഹചര്യം എന്താണ്? നിലവിൽ ഒരു പരിധി വരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. കാരണം വരും ദിവസങ്ങളിലും ഈ തിരക്ക് കൂടുമ്പോൾ അത് ഭക്തർ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ട്, അതിലേറ്റവും പ്രധാനമായി അവർ അനുഭവിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അനുഭവിച്ചിരുന്നത് കൃത്യമായി തന്നെ വെള്ളം ഇല്ലാത്തൊരവസ്ഥ. നമ്മൾ തുടക്കത്തിലെ ആദ്യ 2 ദിവസങ്ങളിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് ഗൗനിച്ചില്ല, അത് ഒരു കൃത്യമായ ഒരു നടപടിയൊന്നുമില്ല. പക്ഷേ ഭക്തർ നേരിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നു. അതിനുശേഷം അത് ഹൈക്കോടതി കൃത്യമായി തന്നെ കണ്ടുകൊണ്ട് ഹൈക്കോടതി അക്കമിട്ട് നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ അത് ഹൈക്കോടതി തന്നെ അക്കമിട്ട് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഹൈക്കോടതി ഓരോ വിഷയങ്ങളിലും കൃത്യമായി തന്നെ തങ്ങളുടെ നിലപാട് എന്തെന്ന് ദേവസ്വം ബോർഡിനോട് ചോദിക്കുമ്പോൾ മാത്രമാണ് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്, കൃത്യമായ ഒരു നടപടി ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. എന്തുകൊണ്ട് ഈ തുടക്കത്തിലെത്തുന്ന ഭക്തർക്ക് കൂടി ഈ ഒരു സൗകര്യം അല്ലെങ്കിൽ ഈ കൃത്യമായി വെള്ളം എത്തിക്കുക, ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് പറയുന്ന ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് അത് അന്നദാനമാണ്. അതോടൊപ്പം തന്നെ ക്യൂ നിൽക്കുന്ന ഒരു ഭക്തർക്ക് ബിസ്ക്കറ്റ് 2 ബിസ്ക്കറ്റാണ് കൊടുക്കുന്നത്. ഇതുപോലും തുടക്കത്തിൽ കൊടുക്കാൻ കഴിയാത്ത ഒരു അനാസ്ഥയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് ഓരോ സീസണിലും നമ്മൾ എടുത്തു കാണിക്കുന്നതാണ്, ഇത്തവണയും എടുത്തു കാണിച്ചിരുന്നു, ഈ ശൗചാലയങ്ങളുടെ ഒരു അഭാവം. അത് നിലയ്ക്കലാകട്ടെ, പമ്പയിലാകട്ടെ, സന്നിധാനത്താകട്ടെ, വരുന്ന ചരണപാതയിലൊക്കെ ആകട്ടെ, ആ വരുന്ന വഴികളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മാസ്റ്റർ പ്ലാൻ അടക്കമുള്ള വിഷയങ്ങൾ സജീവ ചർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആവശ്യം പറയുന്നത്. എന്തായാലും ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു നടപടികൾ, ആ നടപടികളിലേക്ക് പോയില്ല എങ്കിൽ വരും കാലങ്ങളിലെയും ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അതുതന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി നിൽക്കുന്നത്. എന്തായാലും റെക്കോർഡ് വരുമാനത്തിലേക്ക്, റെക്കോർഡ് നടവരവിലേക്ക് ഇക്കുറിയും ശബരിമല പോവും. പക്ഷേ ഭക്തർക്ക് ഇതുകൊണ്ട് എന്ത് ഗുണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ഭക്തരുടെ ഭാഗത്തുനിന്നും ചോദിക്കുകയും ചെയ്യുന്നത്. ശ്യാമ. യെസ് അരുൺ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതിൽ കുറച്ചുകൂടി വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ദിവസം വഴിപാടിനായി സന്നിധാനത്ത് തേൻ എത്തിച്ചു. തേൻ കൊണ്ടുവന്നത് ഗുരുതരമായ ശാരീരിക അസ്വസ്ഥതകളും പ്രത്യാഘാതങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു സംവിധാനത്തിലാണ്. കാരണം ഫോമിക് ആസിഡ് സൂക്ഷിച്ച കണ്ടെയ്നറുകളിലാണ് ഈ തേന് വഴിപാടിനുള്ള തേൻ അവിടെ എത്തിച്ചത്. ഇത് ജനൻ TV ഞങ്ങളുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർ ഗോകുലാണ് ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവരുന്നത്. റിപ്പോർട്ട് വന്ന ഉടൻ തന്നെ അവരത് നടപടിയെടുത്തു, പെട്ടെന്ന് അത് മാറ്റുകയൊക്കെ ചെയ്തു. ഒരു പക്ഷേ ഗോകുൽ അത് കണ്ടില്ലായിരുന്നെങ്കിലോ? ഇതാണ് അവസ്ഥ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 100 കോടിയൊക്കെ ഇങ്ങനെ നടവരവ് 15 ദിവസം കൊണ്ട് 100 കോടി രൂപയൊക്കെ ലഭിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ പ്രാഥമികമായ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സാഹചര്യങ്ങൾ പോലും ഒരവസ്ഥയുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അതോടൊപ്പം തന്നെ ഗുരുതരമായ കെടുകാര്യസ്ഥത. ഇതിലൊക്കെ ഒരു മാറ്റം ഉണ്ടായേ പറ്റൂ. എന്തായാലും സദ്യ അതൊക്കെ നിങ്ങളെ തീരുമാനം, നിങ്ങൾ നടത്തുകയോ നടത്താതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷേ ഒരു ചോദ്യമേ ഉള്ളൂ, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഒരാവേശത്തിന് പറഞ്ഞ് അങ്ങ് പോവരുത്. കൃത്യമായി തന്നെ ഇത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചൂണ്ടിക്കാണിക്കും. പ്രിയപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഞങ്ങൾ ഇത് വിടില്ല. അങ്ങ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇവിടെ കൃത്യമായി തന്നെ ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓരോ സമയവും നമുക്കത് കൃത്യമായി തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം അങ്ങയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്യാം.